നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പാലക്കാട് അലപ്പുള്ളയിൽ സർക്കാർ അനുമതി കൊടുത്ത ഡിസ്റ്റിലറി പ്ലാന്റ്, അതിന് എതിരായി അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷം. സർക്കാരിന്റെ ആവർത്തിച്ചുള്ള വിശദീകരണങ്ങൾക്ക് ശേഷവും അഴിമതി ആരോപണത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മദ്യനയ അഴിമതി കേസിൽ പിടിക്കപ്പെട്ട കെ. കവിത കേരളത്തിൽ വന്ന് താമസിച്ചു. എവിടെയാണ് താമസിച്ചത് എന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നൊരു സംശയ സൂചന കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അവർ നേരിട്ട് വന്നാണ് മദ്യനയ കേസിൽ പിടിക്കപ്പെട്ട കമ്പനിയായ ഒയാസിസിന് വേണ്ടി കേരളത്തിൽ ഏർപ്പാടുകൾ ചെയ്തത് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണ്. എന്നു മാത്രവുമല്ല, ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതിൽ, മദ്യനയം രൂപീകരിച്ചതിലെല്ലാം ദുരൂഹതയുണ്ടെന്നും അഴിമതിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നതെന്നും വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും ആവർത്തിച്ച് ആരോപിക്കുകയാണ്. അപ്പോഴും ആരോപണം മാത്രമാണ്. ഇതിൽ നടന്ന അഴിമതി എന്താണ്, കമ്പനിക്ക് കിട്ടിയ സഹായം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായ വിവരങ്ങളോ ആരോപണങ്ങളോ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഇപ്പോഴും കഴിയുന്നില്ല എന്ന പ്രശ്നം ഒരു വശത്തുണ്ട്. അതേസമയം സർക്കാർ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതിൽ അസാധാരണമായ വഴികൾ ഒറ്റനോട്ടത്തിൽ കാണുകയും ചെയ്യാം. ഈ അഴിമതി ആരോപണത്തിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും, സർക്കാരിനെ എത്ര പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്ന വിഷയം വീണ്ടും സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ശ്രീ രാജു എബ്രഹാം CPIM അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, ഒപ്പം ശ്രീ കുഞ്ഞികൃഷ്ണൻ മദ്യനിരോധന സമിതിയുടെ പ്രതിനിധി കൂടി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുകയാണ്. ആദ്യം ശ്രീ അനിൽ ബോസ്, ശരിയാണ്, നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി വാർത്താ സമ്മേളനം നടത്തുന്നു, നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്നു, മദ്യനയത്തിൽ തിരുത്തിയതിൽ സംശയമുണ്ട്, ഒരു കമ്പനി മാത്രം വന്നതിൽ സംശയമുണ്ട്, കെ. കവിത കേരളത്തിൽ വന്നിട്ടുണ്ട്, അതെന്തിനാണെന്ന് അന്വേഷിക്കൂ, ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ പറയുന്നു. സർക്കാരാവട്ടെ, ഒരു കമ്പനി വന്നു, കമ്പനിക്ക് ഞങ്ങൾ ഡിസ്റ്റിലറി കൊടുക്കാൻ അനുമതി കൊടുക്കുന്നു, നടത്താൻ അനുമതി കൊടുക്കുന്നു, അത് ഞങ്ങളുടെ നയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നും പറയുന്നു. ഇത് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ പറയുന്നതല്ലാതെ ഇതിലൊരു വലിയ അഴിമതി നടന്നിരിക്കുന്നു, വലിയ ധന ഇടപാട് നടന്നിരിക്കുന്നു എന്നതിന് എന്ത് തെളിവാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്? നിങ്ങളുടെ ആ നിലയ്ക്കുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ സി അനിൽ ബോസ്? രാഷ്ട്രീയത്തിൽ അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പരസ്പരം ഒരു പോരാട്ടം വരുന്നത് അവരുടെ മുന്നിൽ വരുന്ന തെറ്റുകൾ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ്. ആ തെറ്റുകൾ ആര് ചെയ്താലും അതിനെതിരെ വിമർശനങ്ങളുണ്ടാവും. അത് ഓരോ പാർട്ടികളും മുന്നണികളും അതാത് സമയങ്ങളിൽ ചെയ്യുക ഒരു സ്വാഭാവിക നടപടിയാണ്. അപ്പോൾ ഇവിടെ ഈ മദ്യനയ ഇടപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ ബോധ്യമുള്ള ഒന്നാമത്തെ കാര്യം, പുറത്തുവിട്ട ഒന്നാമത്തെ കാര്യം എന്താ? കേരളത്തിൽ ഇത്തരമൊരു കാര്യം വരുമ്പോൾ പാലിക്കപ്പെടേണ്ടതും അറിയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജലവിഭവ വകുപ്പ് അടക്കം അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു മന്ത്രിസഭയോ ആ മന്ത്രിസഭയിലെ മുന്നണിയിൽ ഇവരോടൊപ്പം ഇരിക്കുന്ന കക്ഷികളോ ആ കക്ഷികളിൽപ്പെട്ട മന്ത്രിമാരോ അവരാരും അറിയാതെ ഒരു ഉത്തരവ് ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യ നിലപാട് എന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഉറവിടം തേടി പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഉറവിടം തേടി പോകുമ്പോഴാണ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ട കവിത എന്ന് പറയുന്ന തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കേരളത്തിൽ MP രാജേഷ് സ്പീക്കറായിരിക്കുന്ന കാലഘട്ടത്തിൽ വന്നതും അതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തതും മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കാതെ സെപ്പറേറ്റ് ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തെലങ്കാനയിൽ പോയതും ഡൽഹിയിൽ നടന്നിട്ടുള്ള ചർച്ചകളും അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇതിൽ അഴിമതിയുണ്ടോ, ഇതിൽ എത്ര തുകയുടെ അഴിമതിയാണ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഇന്ന് ഞങ്ങളൊരു രേഖ പുറത്തുവിടുന്നില്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ എത്തുന്നില്ല എന്നല്ല അതിനെ നിങ്ങൾ അർത്ഥമാക്കേണ്ടത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇവർ പറഞ്ഞ ന്യായീകരണം, ഞാൻ പല ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ CPM പ്രതിനിധിയായിട്ടുള്ള ശ്രീ സമ്പത്ത് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, അത് ഇന്ത്യ ഗവൺമെൻറ് ഇവരെ സെലക്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ആ കമ്പനി ആയതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത്. ഇന്ത്യ ഗവൺമെൻറ് സെലക്ട് ചെയ്ത കമ്പനിക്കെല്ലാം കൊടുക്കാനിരിക്കുകയാണോ ഇവർ? അല്ലല്ലോ. ഇവിടെ ഡിസ്റ്റിലറി വരണം, ഇവർ മദ്യനയത്തിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നു. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് ഈ പർട്ടിക്കുലർ പ്രദേശത്ത്, എലപ്പുള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഒയാസിസ് കമ്പനി വന്ന് സ്ഥലം പർച്ചേസ് ചെയ്തത്? അവരെങ്ങനെ മനസ്സിലാക്കി ഇവിടെ മദ്യനയം മാറാൻ പോവുകയാണെന്ന്? അപ്പോൾ എങ്ങനെ ഈ മദ്യനയം മാറാൻ പോയി എന്ന് ഒരു കമ്പനി മാത്രം അറിഞ്ഞു? അവരെന്തുകൊണ്ട് മുൻകൂട്ടി സ്ഥലം വാങ്ങിച്ചു? അവർക്ക് മാത്രം എന്തുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങിക്കാൻ കഴിഞ്ഞു? മാത്രമല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പഞ്ചായത്ത് അറിയണ്ടേ? ഒരു പെട്ടിക്കട, നമ്മൾ ബാറും ഹോട്ടലും സ്റ്റാറും ഡിസ്റ്റിലറിയും എല്ലാം അങ്ങ് വിട്ടേക്ക് നിഷാദെ,
നമ്മളൊരു സാധാരണ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ റോഡിൽ നിന്ന് 3 മീറ്റർ മാറ്റി വെക്കണം എന്ന വ്യവസ്ഥയിൽ ആ കെട്ടിട നമ്പർ, കെട്ടിടത്തിൽ ഇത് പ്രവർത്തിക്കാൻ അഭികാമ്യമായ സാഹചര്യമുണ്ടോ, അതിന് പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? എന്നാണ് ഇത് വെള്ളരിക്ക പട്ടണമായത്? നിഷാദ്? ഒരു കമ്പനിക്ക് മാത്രം ഇതൊന്നും വേണ്ട, ഒരു പഞ്ചായത്തിൻ്റെ പെർമിറ്റ് വേണ്ട, പെർമിഷൻ വേണ്ട, പഞ്ചായത്ത് അറിയണ്ട. ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പം പഞ്ചായത്ത് അറിയാതെ, നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ, മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ അറിയാതെ, മുന്നണിയിലുള്ള കക്ഷികൾ അറിയാതെ, ഇവരുടെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIക്ക് പോലും ബോധ്യപ്പെടാതെ ഇത്തരമൊരു ഇടപാടിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അകത്തൊരു വലിയ കൊള്ളയുണ്ട്. അപ്പോൾ ആ കൊള്ള എന്നാണ് പുറത്തുവിടുന്നത്, അതിൽ തുകയുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ വെയിറ്റ് ആൻഡ് സീ ദ പ്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളരെ കൃത്യമായി സകല രേഖകളും ഞങ്ങളുടെ കൈകളിലുള്ളത് പുറത്ത് വിട്ടിരിക്കും. ഓരോ സ്റ്റെപ്പായിട്ട് വിടും. ഇവർ പറയട്ടെ, ഞങ്ങളിപ്പോൾ പുകച്ചിട്ടേ ഉള്ളൂ. പുക വരുമ്പോൾ സഹിക്കാൻ കഴിയാതെ പുറത്ത് വന്നിരിക്കും. പുറത്ത് വരാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് കെ കവിത കേരളത്തിൽ വന്നപ്പോൾ താമസിച്ചത് എവിടെയാണ് എന്ന കാര്യം നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുകയാണ്. ഇനി താമസിച്ചത് എവിടെയാണ്, ക്ലിഫ് ഹൗസിലോ മറ്റോ ആണെങ്കിൽ നിങ്ങളത് പറയണ്ടേ? പറയുകയല്ലേ ഉചിതം. തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടൂ. ഈ സർക്കാരിനെതിരായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന മുഴുവൻ കർണാടകത്തിലെ കോൺഗ്രസ് ലോബിക്ക് വേണ്ടിയാണ്, കോൺഗ്രസ്സുകാരായ ബ്രൂവറി ലോബിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന സമരമാണ് എന്ന നിലയ്ക്ക് വരെ നിങ്ങളെ ആക്ഷേപിക്കുമ്പോൾ ഗവൺമെന്റ് പറയാണ് ഞങ്ങളുടെ നയം ഞങ്ങൾ തിരുത്തി, കമ്പനി വന്നു കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി എന്താണ്? ഒരു കമ്പനി വന്നപ്പോൾ കമ്പനിയുടെ പോളിസിയുമായിട്ട് നമ്മൾ മാച്ച് ആവുന്നു, കമ്പനി അവതരിപ്പിക്കുന്ന പ്രോജക്ട് റിപ്പോർട്ട് നമ്മളുമായിട്ട് മാച്ച് ആവുന്നു, കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ടെൻഡർ വിളിച്ചു കൊടുക്കേണ്ട പരിപാടിയൊന്നുമല്ല. ഗവൺമെന്റ് ഒരു പ്രോജക്ട് വരുന്നു, ഗവൺമെന്റ് ഒരു പാലം നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്, ടെൻഡർ വിളിക്കുന്നത് പോലെയല്ല. കമ്പനികൾ അനുമതി ചോദിച്ചു വരുന്നു, കമ്പനിയുടെ പ്രോജക്ട് നമ്മളുമായി മാച്ച് ആവുന്നെങ്കിൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നതിന് ഇനി അതിനപ്പുറത്തേക്ക് വല്ലതുകൊണ്ട് നിങ്ങളാ പറയേണ്ടത്. നിങ്ങളിങ്ങനെ അവിടെ കവിത വന്നിട്ടുണ്ട്, ഇവിടെ അവര് വന്നിട്ടുണ്ട്, അങ്ങനെയാണോ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുക? നിഷാദൻ, ഞാൻ ചോദിച്ചതിന് ഉത്തരം താങ്കൾ പറയൂ. ഒരു മന്ത്രിസഭാ യോഗം അറിയാതെ എങ്ങനെ ഒരു മദ്യ കമ്പനിക്ക് കൊടുക്കാൻ, വിവിധ വകുപ്പുകൾ അറിയാതെ എങ്ങനെ കൊടുത്തു? ഫസ്റ്റ്. സെക്കൻഡ് ചോദ്യം, ഒരു മുന്നണിയാണെങ്കിൽ ആ മുന്നണി സംവിധാനത്തിൽ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി അറിയാതെ എങ്ങനെ കരാർ കൊടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന പെർമിറ്റ് കൊടുത്തു? ഇത് പ്രാഥമിക അനുമതി മാത്രമാണ്. അക്കാര്യത്തിൽ എല്ലാ വകുപ്പുകളുമായിട്ടുള്ള കൂടിയാലോചനയുടെയോ ടേക്ക് എടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ മറുപടി പറഞ്ഞല്ലോ. അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. സർക്കാർ അങ്ങനെ മറുപടി പറഞ്ഞാൽ പോലല്ലോ, ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമമില്ലേ? ഞാൻ അതാണ് നിഷാദിനോട് ചോദിച്ചത്. നിഷാദിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റുമോ? ഇതന്നെ പിണറായി വിജയന്റെ തറവാട്ടിൽ ശ്രീധരൻ കിട്ടിയതാണോ ഇത്? ഇതിനൊക്കെ നാട്ടിൽ ഭരണഘടനാപരമായ വ്യവസ്ഥയുണ്ടെന്നേ, ഭരണഘടനാപരമായ നടപടിക്രമങ്ങളുണ്ടെന്നേ. ആ നടപടിക്രമങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികളുണ്ട്. ഗവൺമെന്റിന് പെർമിറ്റ് കൊടുക്കാനൊക്കെ അവകാശമുണ്ട്. ഗവൺമെന്റിന് പെർമിറ്റ് കൊടുക്കാൻ അവകാശമില്ലാന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു കൺസൾട്ട് ചെയ്ത് ഒരു കമ്പനി വന്നു, ആ കമ്പനിക്ക് ഞങ്ങൾ ഈ അലോട്ട്മെന്റ് കൊടുക്കുന്നു, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ അതിന് ചില നടപടിക്രമങ്ങൾ പാലിക്കണ്ടേ? ആ നടപടിക്രമങ്ങളിൽ ആദ്യത്തെ നടപടിയാണ് പഞ്ചായത്തിന്റെ പെർമിഷൻ എന്ന് പറയുന്നത്, ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറിഗേഷൻ വകുപ്പിന്റെ, ജലവിഭവ വകുപ്പിന്റെ ഫീസിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി അങ്ങ് തീരുമാനിച്ചിട്ട് ഇത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ കരിമണൽ കർത്തായുടെ മകൾക്ക് കമ്പനിയിൽ നിന്നും മകൾക്ക് ജോലി ചെയ്യാതെ കൂലി മേടിച്ചതിന്റെ മറ്റൊരു രൂപമാണ്. അപ്പം അതിൽ ഉത്തരവാദിത്തപൂർവ്വം കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നിട്ടുള്ളതിന് അനുബന്ധമായ തെളിവുകളും കാര്യങ്ങളും പഞ്ചായത്ത് സമിതി അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ നടത്തി കാണിക്ക്. ഇതിനു മുമ്പും ബ്രൂവറിയായിട്ട് വന്നല്ലോ. ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന ഇതേ സർക്കാർ വന്നല്ലോ, ബ്രൂവറി പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയോ കേരളത്തിൽ? ടേൺ എടുക്കുന്നത് കണ്ടില്ലേ നിഷാദേ നമ്മൾ? ഈ നീതിയും നിയമവും ഇതെല്ലാം ഞങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ കമ്പനിക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിയന്ത്രിക്കേണ്ടതുകൊണ്ട്, ചർച്ചയിൽ സഭ്യത കാത്തു സൂക്ഷിക്കേണ്ടതുകൊണ്ട് ഞാൻ അതിനപ്പുറം പറയുന്നില്ല. വരുന്നവർക്കെല്ലാം കയറി കിടക്കാൻ കൊടുക്കുന്ന ഇടമല്ല. വരുന്ന ആളുകളുടെ കൃത്യമായ രേഖകൾ സഹിതം പരിശോധിച്ചും നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പരിശോധിച്ചും കൊടുക്കേണ്ട ഇടമാണ് കേരളം. അതല്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സമീപനമാണ് MP രാജേഷും കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്നെങ്കിൽ ഞങ്ങളത് ബോധ്യപ്പെടുത്തി തരാം. മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് കെ കവിത എവിടെയാണ് താമസിച്ചത് എന്നാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് സ്വാഭാവികമായും ചോദിക്കും. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഗവൺമെന്റ് തന്നെ, പിണറായി വിജയന്റെ മുൻ ഗവൺമെന്റ്, ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്നപ്പോൾ ഒരു കരാർ ഏർപ്പെട്ടായിരുന്നല്ലോ ആഴക്കടലുമായി ബന്ധപ്പെട്ട്. നിഷാദിന് അറിയാമല്ലോ. ആ കരാർ ഏർപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞേ? ഞാൻ അറിഞ്ഞിട്ടില്ല.
ഞാൻ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത് ചെയ്തത്. ഒരു ഉദ്യോഗസ്ഥൻ ഓവർ റൂൾ ചെയ്ത് ചെയ്തതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 6 ഏക്കർ ഭൂമിയാണ് അന്ന് ആ കരാറിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ, മന്ത്രി അറിയാതെ, മുഖ്യമന്ത്രിക്ക് ബന്ധമില്ലാതെ, ഇവർ രണ്ടും അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ അന്ന് ഫുഡ് പാർക്ക് തുടങ്ങാൻ ചേർത്തലയിൽ പള്ളിപ്പുറത്ത് സ്ഥലം അനുവദിച്ചു കൊടുത്തത്. സഹോദര, ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവസാനം ഞങ്ങൾ ഫോട്ടോ പുറത്തുവിട്ടു. ഫോട്ടോയ്ക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. എന്തേ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറി ഈ ഗവൺമെൻറ്? വിദേശ രാജ്യത്ത് വെച്ച് ആ കമ്പനി ഉടമകളെ മന്ത്രി കണ്ടതടക്കമുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇടപെടലുകൾ അടക്കമുള്ള രേഖകൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ VD സതീശൻ ചെയ്യുന്നത് പോലെ അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ രേഖകൾ പുറത്തുവിട്ടപ്പോൾ ഈ രേഖയിൽ എന്ത് കാര്യം, ഈ ഫോട്ടോയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചു. എന്തേ ആ പദ്ധതി നിങ്ങൾ നടപ്പിലാക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഈ ഗവൺമെൻറ്റിന്? നിഷാദ, ഞങ്ങൾ അടിസ്ഥാനപരമായി ഒരു ഫോട്ടോ പുറത്തുവിടുമ്പോൾ പുച്ഛിച്ചവർ, ഒരു വിഷയം റൈസ് ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞവർ, മന്ത്രി അറിഞ്ഞിട്ടില്ല, മന്ത്രി അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കരാറും അതിൻ്റെ പേരിൽ സ്ഥലവും അനുവദിച്ചു കൊടുത്തൊരു നാടാണ് കേരളം. അപ്പം അതുകൊണ്ട് മന്ത്രിസഭ അറിഞ്ഞില്ല, ആ രേഖയിൽ ഒരു കാര്യവുമില്ല, ഞങ്ങളങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്ക്, നമുക്ക് കാണാം, കളത്തിൽ കാണാം. ശരി, കളത്തിൽ കാണാം എന്നാണ് രാജു എബ്രഹാം CPIM നേതാവ്. രാജു എബ്രഹാം, നോക്കൂ, ഇതിനകത്തെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ പൈസ കൊടുത്തതിന്റെ വീഡിയോ പുറത്തുവിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ വലിയ കഥയില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് ഇതിലെ അസാധാരണത്വങ്ങൾ മുഴുവൻ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരു കമ്പനി 2022 വരുന്നു, ആ കമ്പനിക്ക് ഇപ്പോഴത്തെ പോളിസി പ്രകാരം, അന്നത്തെ പോളിസി പ്രകാരം അനുമതി കിട്ടുന്നില്ല. അതേ കമ്പനി വീണ്ടും വരുന്നു, അപ്പോൾ പോളിസി ചേഞ്ച് ആവുന്നു, ആ കമ്പനിക്ക് തന്നെ കിട്ടുന്നു, മറ്റാരും വരുന്നില്ല. ആ കമ്പനി ആവട്ടെ ഏതാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്ന ഒയാസിസ് കമ്പനിയാണ്, ഗൗതം മൽഹോത്രയുടെ കമ്പനിയാണ്. ആ കമ്പനിക്ക് നമ്മൾ അനുമതി കൊടുക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടുന്നില്ല. അതേ കമ്പനി എന്താണ് ഈ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പേരിൽ പിഴയൊടുക്കപ്പെട്ട കമ്പനിയാണ്. ആ കമ്പനിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പ്രശ്നമുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നില്ല. പിന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു വെള്ളത്തിൻ്റെ കണക്കിനെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ വസ്തുതാപരമല്ല, വെള്ളം ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും, അത്രയും വെള്ളമില്ലാത്ത ഒരു നാട്ടിലെ MP ആണ് ഞാനെന്ന് മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്ത ആളാണ് അദ്ദേഹം മുൻകാലത്ത് എന്നാണ് ഇന്നത്തെ അഭിമുഖത്തിൽ VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. സർവത്ര അസാധാരണത്വവും സംശയങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡീലാണിത്. ആ ഡീലിലെ ആ സംശയങ്ങൾക്കും അസാധാരണതകൾക്കും കാരണം സാമ്പത്തികമായ താല്പര്യമല്ലാതെ മറ്റൊന്നുമാകില്ല എന്ന ആക്ഷേപം സ്വാഭാവികമായും ഉന്നയിക്കാമല്ലോ ശ്രീ രാജു എബ്രഹാം. നിഷാദ്, ഞാൻ അല്പം താമസിച്ചാണ് വന്നത്. ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന UDFൻ്റെ ഒരു മുഖം ഞാൻ ആമുഖമായിട്ട് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ അവതരിപ്പിക്കാം. ഒന്ന്, കേരളത്തിലൊന്നും നടക്കാൻ പാടില്ല. ഇത് കേരളത്തിൽ പിന്നെ നമ്മുടെ റെയിൽ അതിവേഗ തീവണ്ടി ഇന്ത്യ മുഴുവൻ വന്നുകൊണ്ടിരിക്കുക, അതിനപ്പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ കേരളത്തിൽ പാടില്ല. ഇവിടെ വിഴിഞ്ഞത്ത് അത് പണി പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സമരം ചെയ്ത ആളുകളുടെ കൂടെ പോയി നിന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ, ഒരു കാരണവശാലും വിഴിഞ്ഞാൽ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതല്ലേ പരസ്യമായിട്ട് പറഞ്ഞ കാര്യം. നേരത്തെ നമ്മുടെ തീരദേശത്തൂടെ ഇപ്പോൾ പൂർത്തിയാവുന്ന നമ്മുടെ തീരദേശ ഹൈവേ എത്ര മനോഹരമായ റോഡാണ്. എന്താ പറഞ്ഞേ, ഞങ്ങളുടെ ശവത്തിൻ്റെ മുകളിൽ കൂടെ മാത്രമേ തീരദേശ റോഡ് നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തുള്ളൂ. ഇത് തന്നെയല്ലേ നമ്മുടെ ഗ്യാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കഴിഞ്ഞ 8 വർഷം എടുത്താൽ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞോ? മറുഭാഗത്തുള്ള പ്രശ്നം എന്താ? മറുഭാഗത്ത് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നതിൻ്റെ പുറകിൽ കർണാടക ലോബി, മഹാരാഷ്ട്ര ലോബി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ എത്തനോൾ പ്ലാന്റ് വേണ്ട എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ UDFും, ഞാനൊരു കാര്യം അവരോട് ചോദിക്കുകയാണ്. താങ്കൾ ഉന്നയിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്, ഈ കേരളത്തിന്റെ വികസനത്തിനെതിരായി നിലകൊള്ളുന്നു. ഈ ആക്ഷേപം പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടത്തിൽ പല പദ്ധതികളോട് പല സമീപനം എടുത്തിട്ടുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, എയർപോർട്ടിൻ്റെ കാര്യത്തിലായാലും നിങ്ങളും അവരുമൊക്കെ. അതുകൊണ്ട് അത് എത്രത്തോളം നിലനിൽക്കുന്ന വാദമാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയം, ശ്രീ രാജു എബ്രഹാം. രണ്ടാമത്തേത് കർണാടക ലോബി. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വേണ്ട, നിങ്ങൾ കർണാടകയിൽ നിന്ന് വാങ്ങിക്കേണ്ട, നിങ്ങൾ വേറെ സംസ്ഥാനത്ത് വാങ്ങിച്ചോ. ഞങ്ങൾ പറഞ്ഞോ? അത് വാങ്ങിക്കുന്നത് ഈ സർക്കാരാണ്. കർണാടകയിൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ആ താല്പര്യമാണ് എന്ന് ആക്ഷേപിക്കേണ്ട, മാറ്റിക്കോളൂ. ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോളാം എന്നല്ലേ? അപ്പോൾ ഈ 2 വാദങ്ങൾ എത്ര നിലനിൽക്കുന്നതാണെന്നുള്ള സംശയം ഞാൻ പ്രാഥമികമായി രേഖപ്പെടുത്തുന്നു ശ്രീ രാജു എബ്രഹാം. നിഷാദെ, അവിടെ നമ്മൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരും. കാരണം
UDF ഭരിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് 1 വർഷം നീണ്ടു നിന്ന സമരം നടത്തിയ പാർട്ടിയാണ് LDF. ഓർത്തോണം, അതാ മറക്കരുത്. കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി LDF എന്നും നിന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒപ്പുവെക്കുന്ന കരാറുകൾ കോടാനുകോടികളുടെ അഴിമതിയാണെന്ന് കാണുമ്പോൾ അത് പുറത്തു പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. തെറ്റ്. സ്മാർട്ട് സിറ്റി കരാർ നമ്മൾ എത്ര ചർച്ച ചെയ്താണ്. ഒടുവിൽ ആ കരാർ മുഴുവൻ മാറ്റിയില്ലേ? വിഴിഞ്ഞം പദ്ധതി VS-ന്റെ കാലഘട്ടത്തിൽ പൊതുമേഖലയിൽ കൊണ്ടുവരാനല്ലേ VS-ന്റെ ഗവൺമെന്റ് തീരുമാനിച്ചത്? അത് നിങ്ങൾ പോയിട്ട് അദാനിയുടെ കാൽ കീഴിൽ പണയം വെച്ചില്ലേ? നിങ്ങൾ നേടിയത് എന്ത് നേട്ടമാണെന്ന് ഞാൻ പറയണോ? അപ്പോൾ ആ തർക്കത്തിലേക്കൊന്നും പോകണ്ട. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നിഷാദെ ഒരു കാര്യമേ ഉള്ളൂ. അത് കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങാൻ പാടില്ല, മഹാരാഷ്ട്രയിൽ നിന്ന് സ്പിരിറ്റ് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന വാദമാണ് ഇവിടെ UDF വെക്കേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷം വെക്കേണ്ടത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ മുദ്രാവാക്യത്തോടൊപ്പം തന്നെ വെക്കേണ്ട മുദ്രാവാക്യം നിങ്ങൾ ആ സംസ്ഥാനത്തു നിന്ന് ഈ സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന മുദ്രാവാക്യം വെക്കണം. എൻ്റെ ഇടമുണ്ടോ? ഇവിടെ ഒഴുക്കം മട്ടിൽ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങണ്ട, ഇവിടുന്ന് മറ്റിടത്തു നിന്ന് നിങ്ങൾ വാങ്ങണ്ട കേരളത്തിന്റെ ശരിക്കുള്ള പ്രശ്നമാണോ? അല്ല, ശ്രീ രാജു എബ്രഹാം, ഇവിടെ ഇപ്പോൾ മഴനിഴൽ പ്രദേശമായ പാലക്കാട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യമുള്ള ഒരു പദ്ധതി നിങ്ങൾ ഏർപ്പാടാക്കുന്നു. അതിലൊരു കമ്പനി മാത്രം വരുന്നു, ആ കമ്പനിക്ക് മാത്രം അനുമതി കിട്ടുന്നു. അതിൽ LDF-നകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു. CPI-യും RJD-യും പോലുള്ള കക്ഷികൾ പരസ്യമായ എതിർപ്പുമായി രംഗത്ത് വരുന്നു. അതല്ലേ കേരളത്തിന്റെ പ്രശ്നം? എങ്ങനെ പാലക്കാട് എലപ്പുള്ളിയിൽ ഈ ജലലഭ്യതാ പ്രശ്നമുണ്ട് എന്ന് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അത് തുറന്നു പറഞ്ഞ ഒരു MP പിന്നീട് MLA ആയി മന്ത്രിയായപ്പോൾ അദ്ദേഹം തന്നെ അവിടെ വെള്ളത്തിന് പ്രശ്നമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിലെ ഇരട്ടത്താപ്പ്, ഒരു കമ്പനി മാത്രം എന്നതിലെ പ്രശ്നം, ആ കമ്പനി ഒരു ഷെയ്ഡി കമ്പനിയാണെന്ന യാഥാർത്ഥ്യം, പിന്നെ കവിത വന്നു എന്നുള്ള ഇപ്പോഴുള്ള ആരോപണം, ഇവയെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയുള്ള ഒരു വിശദീകരണം സത്യത്തിൽ അതിനകത്ത് ഇനിയും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണ് ശ്രീ രാജു എബ്രഹാം. അല്ല, ഇവിടെ എലപ്പുള്ളി പഞ്ചായത്തിൽ ജലപ്രശ്നമുണ്ട് എന്ന് MP രാജേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസ്തവമാണ്, ഞങ്ങളതിനെ നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ KSIDC അവിടെ വലിയ 5 ഏക്കറിൽ അവിടെ മഴവെള്ളം സംഭരിക്കുന്ന വലിയൊരു സംഭരണമുണ്ട്. അവിടെ ഏതാണ്ട് 15 കോടി ലിറ്റർ വെള്ളമാണ് അവിടെ ശേഖരിക്കുന്നത് ഒരു വർഷം മഴയുള്ളപ്പോൾ. അവിടെ ഈ കമ്പനിക്ക് വേണ്ടത് എത്ര? 5 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. 15 കോടി ലിറ്റർ വെള്ളത്തിൽ 5 ലക്ഷം ലിറ്റർ വെള്ളം ഇവിടുത്തെ മഴവെള്ള സംഭരണിയിൽ നിന്ന് കൊടുക്കും. അതാണ് KSDC-യുടെ തീരുമാനം. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ പിന്നെ ഷെയ്ഡി കമ്പനി കേന്ദ്ര സർക്കാരല്ലേ ഒയാസിസ് കമ്പനി അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആ കമ്പനിയല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം, കവിത ഇവിടെ വന്നോ വന്നില്ലയോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. കവിതയ്ക്ക് ആലപ്പുഴ വരാം, കുമരകത്ത് വരാം, കോവളത്ത് വരാം, മൂന്നാറിൽ പോകാം. അവർ പോയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അവർ ഇവിടെ വന്ന് അവിഹിതമായിട്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം, ഈ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷക്കാലം അഴിമതി ആരോപണമുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയുണ്ടോ? ഇവിടെ 100 കഥകൾ കൊണ്ടുവന്നില്ലേ? ആ 100 കഥകളിൽ ഏതെങ്കിലും ഒരു കഥയെങ്കിലും ഹൈക്കോടതിയുടെ മുന്നേ പോയാൽ ഹൈക്കോടതി എന്താ പറഞ്ഞേ? ഈ തരം കേസുമായിട്ട് ഈ ഹൈക്കോടതിയുടെ പടികടയേക്കല്ലേ പറഞ്ഞേ. ഒരു കേസുമായിട്ട് പോയൊരു MLA-യോട് പറഞ്ഞത് കാർക്കിച്ചു തുപ്പിയില്ലേ ഹൈക്കോടതി അവരുടെ മുഖത്ത് നോക്കി. എന്നിട്ടും ഇപ്പൊ പുതിയ സാധനം കൊണ്ടുവന്നിരിക്കുക. എത്ര ദിവസം നീണ്ടു നിൽക്കും? അപ്പൊ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രശ്നം എന്താ? ഇവിടെ നമുക്ക് കിട്ടേണ്ട GST, നമ്മൾ വരുമാനമാണ് നോക്കുന്നത്. നമുക്ക് 210 കോടി ഉറുപ്പിക GST ഇനത്തിൽ ഈ സ്ഥാപനം വന്നാൽ കിട്ടും. അപ്പൊ നമ്മുടെ താല്പര്യം എന്താ? ഇവിടെ ഇപ്പം തന്നെ 30 കോടി ലിറ്റർ എത്തനോൾ ഇവിടുത്തെ എണ്ണ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയുള്ള GST എക്സ്ട്രാ, പിന്നെ ENL എന്ന് പറയുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൽ GST ഇല്ല. അപ്പൊ അത് പറഞ്ഞ് ഇന്നൊരു ഒരു കബളിപ്പിക്കൽ പത്രസമ്മേളനം പ്രതിപക്ഷ നേതാവ് നടത്തിക്കൂ. അല്ല, അതിലെ ഉത്തരം കൊടുക്കണ്ടേ? ആ കമ്പനി നേരത്തെ തന്നെ വരുന്നു, നങ്കൂരമിടുന്നു, അതിനുശേഷം നയം മാറ്റുന്നു. മുൻപ് കമ്പനി വന്നപ്പോൾ ആ കമ്പനിക്ക് അനുകൂലമായ നയം ഉണ്ടായില്ല, അതേ കമ്പനി തുടരുന്നു, നയം മാറുന്നു, കമ്പനിക്ക് കിട്ടുന്നു, കമ്പനി മുന്നേ സ്ഥലം വാങ്ങുന്നു, ഏർപ്പാടുകളെല്ലാം നേരത്തെ തന്നെ ചെയ്യുന്നു, ആ കമ്പനി മാത്രമാകുന്നു. നയം മാറ്റത്തിന്റെ വിശദാംശങ്ങൾ പുറത്താരും അറിയാതിരിക്കുകയും ഒരു കമ്പനിക്ക് മാത്രം വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ക്യാബിനറ്റിൽ പോലും എല്ലാവരുമായും ഡിസ്കസ് ചെയ്തില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ടേക്ക് എടുത്തില്ല എന്ന ആരോപണമായിരുന്നു.
എല്ലാ ഘടകകക്ഷികളും ഈ വിഷയത്തിൽ കൺവിൻസ്ഡ് അല്ല. ഇപ്പം നമുക്ക് GST കിട്ടുന്നു, നമ്മുടെ ചെലവ് കുറയുന്നു, നമ്മൾ തന്നെ നമുക്ക് ആവശ്യമായത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന സ്വദേശപരമായ സംഗതിയാണെങ്കിൽ CPI കൺവിൻസ്ഡ് അല്ല, RJD കൺവിൻസ്ഡ് അല്ല. ക്യാബിനറ്റിൽ പോലും പ്രോപ്പർ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നു. എന്തിനായിരുന്നു ഇത്തരം അങ്ങേയറ്റം അതാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നിനെ സുതാര്യമെന്ന് വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുകയാണ് നിങ്ങൾ? ഈ വഴികളിലെല്ലാം നമ്മൾ ഉടക്ക് കാണുന്നുണ്ടല്ലോ ശ്രീ രാജു എബ്രഹാം. അതെന്തുകൊണ്ടാണ്? ഇതൊരു പ്രോപ്പർ പരിപാടിയായിരുന്നുവെങ്കിൽ ഈ മദ്യനയത്തെക്കുറിച്ചുള്ള ഈ തർക്കം പോലും ആഭ്യന്തരമായി നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇല്ല, നമ്മളിവിടെ മദ്യനയം സംസ്ഥാന സർക്കാരിനുണ്ട്. എന്താ മദ്യനയം? ഇവിടെ എത്തനോൾ പ്ലാന്റ് ഉണ്ടാക്കും എന്നുള്ള നയം തന്നെ ഉണ്ടല്ലോ. നമുക്ക് മറച്ചു വെക്കാനൊന്നും സർക്കാരിനില്ല. ഇവിടെ ഇവിടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഈ സ്പിരിറ്റ് ലോബികൾ അവർ കൊണ്ടുവരുന്ന ആ സ്പിരിറ്റ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കണം. എന്നാൽ നമ്മുടെ സ്റ്റേറ്റിന് വരുമാനം കിട്ടും, നൂറുകണക്കിന് ആൾക്ക് ജോലി കിട്ടും. അതാ നമ്മുടെ ലൈൻ. നമുക്കിവിടെ എല്ലാം നമുക്ക് മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിച്ചാൽ മതിയോ? ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗ തീരുമാനം ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. മന്ത്രിസഭാ യോഗ തീരുമാനമുണ്ട്. അപ്പം തന്നെ ഏതെങ്കിലും കക്ഷികൾ ഇത് സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാം. കാരണം മന്ത്രിസഭാ യോഗ തീരുമാനമല്ലേ. ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ച സംശയങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ, കാരണം എല്ലാം സുതാര്യമാണല്ലോ. മന്ത്രിസഭ ഇത് യോഗ തീരുമാനം രഹസ്യമായിരുന്നു അല്ല, യോഗ തീരുമാനം വെബ്സൈറ്റിലുണ്ടല്ലോ. അവിടെ മന്ത്രിസഭാ യോഗ തീരുമാനം, അതിന്റെ നോട്ട്, അതിന്റെ അജണ്ട എല്ലാം വെബ്സൈറ്റിലില്ലേ. ഇത് ലോകത്ത് മുഴുവൻ കാണിക്കുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അവിടെ രഹസ്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട്, സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് എന്തുകൊണ്ടാണ് CPI ദേശീയ കൗൺസിൽ അംഗത്തിന് ജനയുഗത്തിൽ ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതേണ്ടി വരുന്നത്? ഒരു പോളിസി ഡോക്യുമെന്റ് എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല എന്ന് ഇന്നിപ്പോൾ വർഗീസ് ജോർജ് പറയുന്നു പരസ്യമായി. അതെന്തുകൊണ്ടാണ്? അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? കാരണം മദ്യനയം എന്ന് പറയുന്ന സംഗതിക്കകത്ത് വളരെ കാതലായ ഒരു തിരുത്തൽ വരുത്തുകയാണ്. ഒരു വലിയ ഷിഫ്റ്റാണ്, അത് പോളിസി ഷിഫ്റ്റാണ്. അത് ഏറ്റവും കുറഞ്ഞത് പുറത്തു പോട്ടെ, ഏറ്റവും കുറഞ്ഞത് അകത്ത് ഒരു മാക്സിമം ഡെമോക്രാറ്റിക് സ്പേസിൽ ഡിസ്കഷൻ നടക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ കർണാടക ലോബിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുന്നു. അപ്പോൾ നമ്മൾ സത്യൻ മൊകേരിയും വർഗീസ് ജോർജും ഒക്കെ കർണാടക ലോബിയുടെ ആളാണെന്ന് സംശയം തോന്നും ഈ പറച്ചിൽ കേൾക്കുമ്പോൾ. അല്ല, സത്യൻ മൊകേരിയും വർഗീസ് ജോർജ് സാറും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അവർ മന്ത്രിസഭാ അംഗങ്ങളല്ല. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. പറഞ്ഞിട്ടുണ്ടോ? ഗവൺമെന്റ് എടുത്തിരിക്കുന്ന പോളിസിയെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുള്ളതാണ്. ഈ ബിയർ ആൻഡ് വൈന് അല്ലെങ്കിൽ ലിക്വർ ഉൽപാദനം കേരളത്തിൽ ഉണ്ടാവും എന്നത് ഗവൺമെന്റ് നയമാണ്. ഗവൺമെന്റ് നയം ഒക്കെ നമ്മൾ വായിച്ചു. ഗവൺമെന്റ് നയം എടുക്കുന്നത് എവിടെയാണ്? ഗവൺമെന്റ് നയം LDF അല്ല രൂപീകരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇതിനേക്കാൾ മോശം സംഗതി, ഇതിനേക്കാൾ താഴ്ന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വർഗീസ് ജോർജ് പറയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഫെയർ കൂട്ടാനുള്ള തീരുമാനം ഇതിനേക്കാൾ ഒരു പക്ഷേ ആ നിലക്ക് സീരിയസ്നെസ് കുറഞ്ഞ ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് LDF ഡിസ്കസ് ചെയ്തു. LDF വെറ്റ് ചെയ്തിട്ടാണ് തീരുമാനം എടുത്തത്. അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ പോളിസി ഷിഫ്റ്റാണ്. കേരളത്തിൽ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി കൊടുക്കാൻ പോകുന്നു 99-ന് ശേഷം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന്. അത് ഗുരുതരമായ പ്രശ്നമാണ്. LDF ഡിസ്കസ് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾ നയം ഉണ്ടാക്കുക? ഇത് LDFന്റെ സർക്കാരല്ലേ, CPIM മാത്രം വോട്ട് കൊണ്ടുവന്ന് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അല്ലല്ലോ. നിഷാദെ, ഞങ്ങള് പരസ്യമായിട്ടല്ലേ ഈ പോളിസി പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഗവൺമെന്റ് നേരത്തെ തന്നെ അത് എന്നോട് പറയാം. LDF-ൽ ചർച്ച ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, LDF-ന്റേതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വർഗീസ് ജോർജിനോട് പറയൂ സർ, കോമ്രേഡ്, നിങ്ങൾ വർഗീസ് ജോർജിനോട് പറയൂ, നിങ്ങൾ സത്യൻ മൊകേരിയോട് പറയൂ. മാത്രമാണല്ലോ തീർച്ചയായിട്ടും. ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് LDF ഇക്കാര്യം പറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്റെ ചോദ്യം LDF-ന് ഒരു പ്രോപ്പർ മെക്കാനിസം ഇല്ലേ? അവിടല്ലേ പറയേണ്ടത്? ഇതിന് മുമ്പ് പറയണ്ടേ? ഇത് ഇങ്ങനെ ഒരു പൊതുമധ്യത്തിൽ വന്ന് വിഴുപ്പലക്കി ആകപ്പാടെ വിവാദത്തിന് അനിൽ ബോസിനെ പോലുള്ള ആളുകൾക്ക് ആക്ഷേപിക്കാനുള്ള പരമാവധി പ്രതലം സൃഷ്ടിച്ചതിന് ശേഷം വിശദീകരിച്ചാൽ മതിയോ? അല്ല, എങ്ങനെയാണ് ആക്ഷേപം ഉണ്ടായത്? മന്ത്രിമാർക്കില്ലാത്ത ആക്ഷേപം എങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടായി? അത് സംബന്ധിച്ച എവിടെയെങ്കിലും അവ്യക്തത വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. ഒരു സംശയമാക്കാര്യത്തിന് വേണ്ട. അതിൻ്റെ തീരുമാനം 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും.
ഒരു സംശയവും വേണ്ട, ഒരു സങ്കോചവും വേണ്ട. കാരണം ഞാൻ ഇപ്പം ആധികാരികമായി കോട്ട് ചെയ്യുന്നത് മന്ത്രിസഭാ യോഗ തീരുമാനമാണ്. അല്ല, അത് ശരിയാണ്. അത് മന്ത്രിസഭാ യോഗ തീരുമാനമേ സർക്കാരിന്റെ നമുക്കറിയാൻ കഴിയുള്ളൂ. സങ്കോചമില്ല. സങ്കോചം നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. കാരണം നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ ഇറുകിയിരിക്കുന്നു എന്ന പ്രശ്നം അതിനകത്തുണ്ട്. അനിൽ ബോസ്, ഞാൻ ഒന്ന് വരുന്നതിന് മുമ്പേ കുഞ്ഞികൃഷ്ണൻ മദ്യനിരോധന സമിതിയുടെ പ്രതിനിധിയാണ്. കുഞ്ഞികൃഷ്ണൻ, നോക്കൂ, നമ്മൾ പുതിയ ഡിസ്റ്റിലറി തുടങ്ങാൻ തീരുമാനിക്കുന്നത് കൂടുതൽ മദ്യം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല. ഉണ്ടാക്കുന്ന മദ്യം നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്ന പ്ലാനിൻ്റെ ഭാഗമാണ്. പുറത്തുനിന്ന് വാങ്ങിച്ച് നമ്മളുടെ അധിക ചെലവ്, നമുക്ക് കിട്ടേണ്ട ടാക്സ് ഇല്ലാതെ പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ആവശ്യമായത്, നിലവിൽ നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ ഉണ്ടാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അധികം മദ്യം ഒഴുക്കാനുള്ള എന്തോ ഒരു വലിയ ഏർപ്പാടിൻ്റെ ഭാഗമൊന്നും വിചാരിക്കാൻ നിവൃത്തിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എതിർക്കുന്നുണ്ടെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ്? LDF നമ്മൾ ആലോചിക്കേണ്ടത് 2016-ലും 2021-ലും ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ പാവപ്പെട്ട ഇവിടുത്തെ വോട്ടർമാർക്കൊരു വാക്ക് കൊടുത്തിരുന്നു. LDF അധികാരത്തിൽ വന്നാൽ, LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവന്ന് പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും നടപ്പിലാക്കുക. 2016-ലെ പ്രകടന പത്രികയിൽ 552-ാമത്തെ ഖണ്ഡികയിലാണത്. 2021-ലും അത് തന്നെ ആവർത്തിച്ചു. അത് 883-ാമത്തെ ഖണ്ഡികയിലാണ്. അതിൽ ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അത് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഒരുപാട് മാറ്റം വരുത്തും. ഈ രണ്ടും ലക്ഷക്കോടിക്കണക്കിൽ വോട്ടർമാരെ ചതിച്ചുകൊണ്ടാണ് LDF ഇപ്പോൾ ഭരിക്കുന്നത്. പിന്നെ അഴിമതിയുടെ കഥ തന്നെയാണ് LDFൻ്റെ അബ്കാരി ചരിത്രം. ഇപ്പോൾ മന്ത്രി KT ജലീൽ പഞ്ചായത്തുകളുടെ മദ്യനിരോധന അധികാരം അട്ടിമറിച്ചത് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കാനല്ല സർ. CPM പ്രതിനിധിയോട് പറയാം. അന്ന് പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 29 ബാറുകളാണ് കേരളത്തിൽ. ഇപ്പോൾ 886 ഉണ്ടെന്ന് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞു. 920 ഉണ്ടെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കാനാണോ? മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും കുറയ്ക്കാനല്ല ഡിസ്റ്റിലറി തുടങ്ങുന്നത്, അത് ലാഭം കിട്ടാനാണെന്നാണ് പറയുന്നത്. പിന്നെ അഴിമതിയുടെ കഥ എന്ത് പറയാനാണ്? ഒരു ബാറിൽ നിന്ന് 225 ലക്ഷം ഉറുപ്പിയല്ലേ പിരിപ്പിച്ചത്? 200 എത്ര കോടിക്കാണ്? 250 കോടി ഉണ്ടാകാൻ. എന്നിട്ട് പാവപ്പെട്ട ബാർ മുതലാളിയുടെ പ്രതിനിധി പറഞ്ഞ അവസാനം പറഞ്ഞ് ഉരുണ്ട് കളിച്ചതല്ലേ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടാക്കാനാണെന്ന്. എനിക്ക് ചോദിക്കട്ടെ, അഴിമതിയുടെ കഥയല്ലായിരുന്നെങ്കിൽ എന്തിനാണ് KT ജലീൽ ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ അധികാരം റദ്ദു ചെയ്തത്? ഓർഡിനൻസ് കൊണ്ടുവരിക ഒരു ബില്ല് അവതരിപ്പിക്കാൻ നേരമില്ലാത്തപ്പോഴാണ്. അത്രയും ഒരു പ്രതിസന്ധി എന്തായിരുന്നു വന്നത്? അതുകൊണ്ട് അഴിമതിയില്ല എന്നുള്ള കഥ പറയണ്ട. പിന്നെ ഈ ഇപ്പോഴത്തെ മദ്യമന്ത്രി രാജേഷ് പ്ലാച്ചിമടയിലെ സമരത്തിന് നമ്മളുടെ വെൽഫെയർ പാർട്ടിക്കാരുടെ കൂടെ കൂടി സമരം നയിച്ച ആളാണ്, ജലചൂഷണത്തിനെതിരെ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താ? ജലചൂഷണം ഇല്ലയെന്ന. ആര് പറഞ്ഞു? 2020-ൽ മലബാർ ഡിസ്റ്റിലറിക്ക് വേണ്ടി വെള്ളം കൊടുക്കുക എന്നുള്ള കണ്ടീഷനിൽ 2 കോടി കെട്ടിവെച്ചതല്ലേ? അവർ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കരാർ ദുർബലപ്പെട്ടതല്ലേ? ഇതൊക്കെ കേരളത്തിന് അറിയുന്ന ചരിത്രമല്ലേ? ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ പറയൽ അഴിമതിയുണ്ടെന്ന്. അഴിമതി അല്ല സാർ പ്രശ്നം, രാജ്യത്തെ മുടിക്കുകയാണ് മദ്യാധിപത്യത്തിലൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞല്ലോ മന്ത്രിസഭാ തീരുമാനമല്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഒരു മന്ത്രിസഭാ തീരുമാനം ഉണ്ടാവില്ലല്ലോ. അത് LDFൽ CPIക്കും അങ്ങനെയല്ലേ? CPI നേതാക്കൾ അറിയാതെ മന്ത്രിസഭയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. CPIൻ്റെ നേതാക്കൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനം വരുമെങ്കിൽ ഈ CPI നിങ്ങളുടെ മുന്നണിയിൽ എന്തിനാണ് ഇരിക്കുന്നത്? നിങ്ങൾ രണ്ടും ഒരേ തൂവൽ പക്ഷികളല്ലേ? വർഗീസ് ജോർജിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ മന്ത്രി സമ്മതിച്ചു കൊടുക്കും, പിന്നീടായിരിക്കും പാർട്ടി ചർച്ച ചെയ്യുക. ഇപ്പോൾ CPI സത്യൻ മൊകേരി ലേഖനം എഴുതിയ വെറുതെ ആണോ? സത്യൻ മൊകേരിൻ്റെ ലേഖനത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന സത്യൻ മൊകേരിക്ക് ബോധ്യമൊന്നുമില്ലേ? വർഗീസ് ജോർജിന് ഓക്കെ ശരി, സത്യൻ മൊകേരി ബോധ്യമുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തും. പണ്ട് കാനൻ രാജേന്ദ്രൻ പറഞ്ഞൊരു പരാതി ഉണ്ടെങ്കിൽ AKG സെൻറ്ററിൽ പോയി 2 വർത്തമാനമൊക്കെ പറഞ്ഞ് ചായം കുടിച്ച് പോരുമ്പോൾ പരാതി തരില്ല. സത്യം മൊകേരി അങ്ങനെയാണോ?
അതൊക്കെ അഴിമതിയുടെ കഥ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ വീരേന്ദ്രകുമാറും മാതൃഭൂമിയല്ലേ പ്ലാച്ചിമട സമരം കത്തിച്ചെടുത്തത്? ആ വീരേന്ദ്രകുമാർ അല്ലേ മരിച്ചു പോയിട്ടുള്ളൂ? മാതൃഭൂമിയും വീരേന്ദ്രകുമാറിൻ്റെ മകനും ഇപ്പോൾ പാർട്ടിയും കൊണ്ട് നടക്കുന്നില്ലേ? എന്തായിരിക്കും കൃഷ്ണൻകുട്ടിയുടെ നിലപാട്? ഇതൊക്കെ ഒരു തരം ചതി തന്നെ. അഴിമതിയല്ലാത്തൊരു കഥ എക്സൈസ് വകുപ്പിൻ്റെ പിറകിലില്ല സാർ. എന്താ ഇപ്പോൾ സ്പിരിറ്റ് പിടിക്കാത്തത്? സ്പിരിറ്റ് കൊണ്ടുവരായിട്ടാ? സകല അബ്കാരി ഗ്രൂപ്പുകൾക്കും കള്ള ഡിസ്റ്റിലറി ഉണ്ട്. ഇവിടെ കള്ളക്കണക്ക് പറയുന്നത് മന്ത്രി രാജേഷ് മദ്യപാനം കുറഞ്ഞിട്ടുണ്ടെന്ന്. അതിനൊരു വലിയ കഥയുണ്ട്. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഇപ്പം പറഞ്ഞുതരാം. മദ്യപാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നും ബാറിന് ആളുകൾ ലൈസൻസ് എടുക്കുമോ? ഇപ്പം കേരളത്തിൽ സാധാരണ സൈറ്റിൽ ഇടായിരുന്നു ഏത് ബാർ തുറക്കുന്നു, എത്ര ഔട്ട്ലെറ്റ് തുറക്കുന്നു. ഇപ്പം സൈറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുക, അറിയില്ല, അങ്ങ് തുറക്കുക തന്നെയാണ്. നേരത്തെ ഒരു കടേൻ്റെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞില്ലേ, ഒരു ചായക്കട തുടങ്ങണമെങ്കിൽ അറിയിപ്പ് വേണ്ടേ, പഞ്ചായത്തിൻ്റെ വിവരം വേണ്ടേ? ഇത് പെട്ടെന്ന് കൊടുക്കുക. അഴിമതിയുടെ കഥയാണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് അഴിമതിയുടെ കഥയ്ക്ക് അപ്പുറം ശ്രീകണ്ഠൻ MP പറഞ്ഞത് മദ്യം കൊണ്ട് നാട് തകർക്കാനുള്ള ഈ സമീപനത്തെ അനുവദിക്കുകയില്ല. ഇനി മദ്യനിരോധനവും ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ, അഴിമതിയും നിങ്ങൾ ചർച്ച ചെയ്തോളൂ. എക്സൈസ് അഴിമതി ചർച്ച ചെയ്യാൻ രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷേ മദ്യനിരോധനം ചർച്ച ചെയ്യാൻ ഞങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ചതിയുടെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് അബ്കാരി നയം. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ കാര്യത്തിൽ 2 ദിവസത്തിനകം എല്ലാം പരിഹരിക്കും, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എന്നാണ്. അപ്പോൾ ഇന്നലെ മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നു ഭൂഗർഭജലം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. അതിൽ ഞങ്ങൾ വ്യക്തത വരുത്തി കഴിഞ്ഞു. ഭൂഗർഭജലം ഉപയോഗിക്കുന്ന പ്രശ്നമില്ല, മഴവെള്ള സംഭരണിയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. അതിൻ്റെ കണക്കുകൾ ഇന്നലെ മന്ത്രി MP രാജേഷ് വിശദീകരിക്കുകയും ചെയ്തു. പിന്നെ ഈ പറയുന്ന കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന 10 MLD, അതിൽ നിന്ന് 0.5 മാത്രം മതി ഈ പ്രോജക്റ്റിന്. പിന്നെ എന്താണ് വെള്ളത്തിൻ്റെ ലഭ്യതാ പ്രശ്നം? അതൊന്നും ഇല്ല. അപ്പോൾ ഈ വെള്ളത്തെക്കുറിച്ചുള്ള തർക്കമേ LDFിലുള്ളൂ. വെള്ളത്തെക്കുറിച്ചുള്ള തർക്കം അവർ പരിഹരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് അവരുടെ കോൺഫിഡൻസ്. നിഷാദെ, ഈ പ്രദേശത്ത് എലപ്പുള്ളി, മേനോൻപാറ പ്രദേശങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ വെള്ളമില്ല. വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ പീപ്പിൾസ് സർവീസ് എന്ന് പറയുന്ന സൊസൈറ്റി, ഒരു സംഘടന, അവിടെ കൃത്യമായി ഇടപെട്ട് മഴക്കുഴികൾ ഉണ്ടാക്കുകയും കുഴൽക്കിണറുകൾ ഉണ്ടാക്കുകയും മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുകയും ചെയ്ത് താൽക്കാലികമായ പ്രതിവിധികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് അവിടെ ജല ദൗർലഭ്യം ഇല്ല എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്ലാച്ചിമട പ്രതിപാദിച്ചു. പ്ലാച്ചിമടയിൽ അന്ന് പ്രതിവർഷം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണമായിരുന്നു. ഇപ്പം അതാണോ? ആ 5 ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുന്നതിന് വേണ്ടി അവിടെ ശ്രമം നടക്കുകയും ആ കൊക്കക്കോള കമ്പനി അതിനുവേണ്ടി നടത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ വേസ്റ്റ് വന്ന് മറ്റുള്ള ജലസ്രോതസ്സുകളിൽ വരികയും അത് വളമായും മറ്റ് ഇനമായി ഉപയോഗിക്കാൻ നൽകുകയും ചെയ്ത വഴി 216 കോടിയാണ് ഇപ്പോഴും കൊടുത്തിട്ടില്ലാത്ത കോമ്പൻസേഷൻ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കൊക്കക്കോള കമ്പനി നിർത്തിപ്പോയി. ആ കമ്പനി നടത്തിയതിൻ്റെ പേരിൽ ആ പ്രദേശത്തുണ്ടായ വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടമുണ്ട്. വസ്തു ഉടമകൾ, ആ വസ്തുവിൽ താമസിച്ചിരുന്ന ആളുകൾ, അവർക്ക് വന്നിട്ടുള്ള മാറാരോഗങ്ങൾ, അവരുടെ ജലാശയങ്ങൾ നഷ്ടമായത്, അത്രയധികം രാസപ്രയോഗം അവിടെ നടന്ന് അത് ദുരിതമനുഭവിച്ച ആളുകൾക്ക് കൊടുക്കേണ്ടിയിരുന്ന 216 കോടി നഷ്ടപരിഹാരം ഇന്നും കൊടുക്കാത്തതിനെക്കുറിച്ച് ഭരണകൂടത്തിന് ചർച്ചയില്ല. അതോടൊപ്പം തന്നെ ആ മേനോൻ പാറ പ്രദേശം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും മറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടി കുഴൽക്കിണറുകൾ അടക്കം സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുഴൽക്കിണറുകൾ അടക്കം സ്ഥാപിച്ച് ഭൂഗർഭജലം എടുത്ത് കൃഷി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെക്കുറിച്ചാണ് ഇവരിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 10 ലക്ഷം ലിറ്ററിലധികം ജലം മിനിമം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണം. അതിനേക്കാൾ ഏറെയാണ് വരുന്ന വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോൾ. അത്രയധികം വേണ്ടത് 5 ലക്ഷം ഉള്ള സ്ഥലത്ത് അനുഭവിച്ച പ്ലാച്ചിമയുടെ അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ലക്ഷക്കണക്കിന് ജലം ആവശ്യമുള്ളൊരു സ്ഥലത്തേക്ക് മഴവെള്ള സംഭരണി ഉണ്ടാക്കും, ഭൂഗർഭജലം എടുക്കില്ല എന്ന് പറയുന്ന പുതിയ തട്ടിപ്പുമായിട്ട് വരുന്നത്. നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ ആരോടാണ് പറയുന്നത്? രാജു അബ്രഹാമിൻ്റെ സംസാരം കേട്ടാൽ വികസനം, ഏത് വികസനത്തിലാണ് നിങ്ങൾക്ക് പങ്ക്? ഇവിടെ ഏത് വികസനത്തിലാണ്? അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശവത്തിൽ കൂടി മാത്രമേ വികസനം ഇവിടെ നടക്കുന്നു. ഒരു ഐക്യ ജനാധിപത്യ മുന്നണിക്കാരനും ഒരു കോൺഗ്രസ്സുകാരനും അങ്ങനെ പ്രസംഗിച്ചില്ല. പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ DYFIയുടെ നേതാവായിരുന്ന M ദാസനും ശർമ്മയുമാണ് അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനെതിരെ നടത്തിയ സമരത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കമ്പ്യൂട്ടറുകൾ സർക്കാർ ഓഫീസുകളിൽ കൊണ്ടുവരുന്നതിന് തൊഴിലവസരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിൽശാലകളിൽ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി കമ്പ്യൂട്ടർ അടിച്ചു തകർത്തത് രാജു അബ്രഹാമിൻ്റെ പാർട്ടിയാണ്. എന്തിന്? പാവപ്പെട്ട ആളുകൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന കൊയ്ത്തന്ത്രം വന്നപ്പോൾ, എന്തിന് കൊയ്ത്തു മെതിയന്ത്രം വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു?
നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ? കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, അവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാൻ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി തകർത്തവരാണ്. എന്തിനായി നമ്മുടെ സർക്കാരിൻ്റെ ഓഫീസുകൾ നവീകരിക്കുന്നതിന് വേണ്ടി IMF-മായി ബന്ധപ്പെട്ട് നമ്മൾ നടപടി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ MLA ആയി ഇന്ന് കോഴിക്കോട് ഇരിക്കുന്ന പഴയ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രന്റെ കാറ് കത്തിച്ചതാരാ? ഈ രാജു എബ്രഹാമിന്റെ പാർട്ടിക്കാരല്ലേ? വികസനത്തെ കുറിച്ചൊന്നും കോൺഗ്രസിനെ നിങ്ങൾ പഠിപ്പിക്കേണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു ദേശീയപാതയിൽ നിങ്ങൾക്ക് എന്താ പങ്ക്? ഇവിടെ എക്സ്പ്രസ് ഹൈവേ കണ്ടുവരാൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് നിങ്ങൾ. അന്ന് പറഞ്ഞത് കന്നുകാലിയെ റോഡ് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ കൂടെ കടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ MLA ജെയിംസ് മാത്യു ആണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? നിയമസഭയിൽ പ്രസംഗിച്ചത് ഈ റോഡ് കാലവിളമ്പുണ്ടാക്കിയ നിങ്ങളാണ്. ഇന്ന് ദേശീയപാത നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ കുറിച്ചു വച്ചോ, ദേശീയപാത എന്ന് പറയുന്ന വാക്കും ദേശീയപാത വികസന അതോറിറ്റിയും ഈ രാജ്യത്തിന് സമ്മാനിച്ച നേതാവിൻ്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ സ്ഥലം ലഭ്യമല്ലാത്ത ഇടമാണ് കേരളം, മറ്റ് സംസ്ഥാനങ്ങൾ പോലല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന ദേശീയപാത വികസനം നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉള്ള സ്ഥലത്ത് 2 സെന്റ് സ്ഥലമേ ഉള്ളെങ്കിൽ അതിൽ 1 സെന്റ് വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ്. ആ മനസ്സുണ്ടാകാൻ കാരണം അർഹതപ്പെട്ട ആനുകൂല്യം പെർസെന്റ് കണക്കാക്കി പൊതുവിപണി വില അർഹതപ്പെട്ടവന് കൊടുക്കാൻ തീരുമാനിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനമാണ്. അർഹതപ്പെട്ട കോമ്പൻസേഷൻ കിട്ടുന്നത് കൊണ്ടാണ്. സർക്കാർ ഭൂമി എടുക്കുമ്പോൾ 1 ആറ് കണക്കാക്കിയാണ് എടുക്കുന്നത്. 2.5 സെന്റ് സ്ഥലം, 2.5 സെന്റിന് ആ വില്ലേജിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ആധാരത്തിൽ കാണിക്കുന്ന വില മാത്രമേ സർക്കാരിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ അങ്ങനല്ല. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അർഹതപ്പെട്ട കോമ്പൻസേഷൻ പ്രൈസ് വാല്യൂ നിശ്ചയിച്ചു കൊടുത്തു. ആ നമ്മളിവിടെ പണിയുന്നതിന് സംസ്ഥാന സർക്കാരാണ് 25% കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ അല്ലല്ല അനിൽ ബോസ്, അത് പറയുമ്പോൾ നമ്മളിവിടെ NH വികസിപ്പിക്കുന്നതിന് പൊന്നുമല എല്ലാവർക്കും കിട്ടിയതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ 25% കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് നടന്നത്. അതാണ് മന്ത്രി ഗഡ്കരിയെ ആവർത്തിച്ച് എല്ലായിടത്തും പറഞ്ഞ് പ്രശംസിക്കുന്നത്. നമ്മൾ ഇല്ലാത്ത കാശെടുത്ത് 25% കൊടുത്തിട്ടാണ് നല്ല വിലയ്ക്ക് ഇവിടെ എടുത്തിട്ട് അത് പറയണം. ശരിയാണ്, മൻമോഹൻ സിംഗിന്റെ സമീപനത്തെ കുറിച്ച് പറയണം, നിങ്ങൾ NHA ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയണം. പക്ഷെ ആ കൂട്ടത്തിൽ ഇവിടെ പിണറായി വിജയൻ സർക്കാർ 25% ആടിയതിനെ കുറിച്ച് കൂടി പറയണം. അത്രയാൻ പറഞ്ഞുള്ളൂ. പിണറായി വിജയൻ സർക്കാർ അല്ല 25% ആടിയത്. അന്ന് പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി അല്ല മിസ്റ്റർ. UPA ഗവൺമെന്റ് ഇരിക്കുന്ന കാലയളവിൽ ഈ തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ അല്ല വേറെ ഏത് സംസ്ഥാനം? ദേശീയപാതയും ബൈപ്പാസും അടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലല്ല, ദേശീയപാതയും ഈ ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ആറ്റിങ്ങൽ ബൈപ്പാസ്, ആ സമയത്ത് പിണറായി വിജയൻ എന്താ കാര്യം? അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് സാർ. ചുമ്മാ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞത് എത്രയോ പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത വികസിപ്പിക്കലിനെ കുറിച്ചാണ്. അത് തന്നെയാണ് പറഞ്ഞത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത വികസിപ്പിക്കാൻ ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കാൻ കാര്യം അവരുടെ ഭൂമിക്ക് അർഹതപ്പെട്ട വില കിട്ടുന്നത് കൊണ്ടാണ്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. താങ്കളുടെ പോയിന്റ് ഫിനിഷ് ചെയ്യാമോ? അതായത് അഴിമതി ദേശീയപാത വരുമ്പോൾ ആ ദേശീയപാതയ്ക്ക് കിട്ടുന്ന അർഹതപ്പെട്ട ആനുകൂല്യത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മടിയില്ലാതെ 5 സെന്റുകാരനും 10 സെന്റുകാരനും 4 സെന്റുകാരനും ഭൂമി വിട്ടുകൊടുക്കുന്നത്. വിഴിഞ്ഞം വന്നപ്പോ ഇവരുടെ നിലപാട് എന്തായിരുന്നു? അല്ല, ഒറ്റ സെക്കൻഡ്. വിഴിഞ്ഞം വന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ അദാനി പോയി കണ്ട് സമരം പിൻവലിച്ചു. കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് ഇവർ സമരം പിൻവലിച്ചത്. അല്ലാതെ വിഴിഞ്ഞമൊന്നും ഇവർ കൊണ്ടുവന്നതല്ല. അത് മനസ്സിലാക്കിക്കോണം. ഇവർക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. കേരളത്തിന്റെ വികസനത്തിൽ മതിയായ ഒരു പങ്ക് പരിശോധിച്ചാൽ 10% പങ്ക് പോലും ഇല്ലാത്ത പാർട്ടിയാണ് CPM. ഇവിടുത്തെ കാര്യം എടുക്കാം. ഇവിടുത്തെ കാര്യം ബ്രൂവറിയുമായി ബന്ധപ്പെട്ട്, ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് ഈ ഡിസ്റ്റിലറി ഇവിടെ കൊണ്ടുവരുന്നതിന് ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. നയം മാറുന്നു. അദ്ദേഹം പറഞ്ഞെന്താ? ആശയക്കുഴപ്പമുള്ള പാർട്ടികളെ ഞങ്ങൾ പരിഭവം തീർക്കും. അങ്ങനെയാണോ CPM-ന്റെ പൊളിറ്റിക്കൽ പോളിസി നമ്മൾ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ LDF-ന്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളം കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ? അങ്ങനെ ഏകപക്ഷീയമായി പിണറായി വിജയനും കുടുംബക്കാരും കൂട്ടരുമെന്ന് തീരുമാനിക്കുന്നതാണോ LDF-ഉം CPM-ഉം? അങ്ങനെയാണോ? അങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ മതിയോ? അതിനെതിരെ കൃത്യമായ നിലപാടുണ്ടാകും. പ്രതിപക്ഷത്തിന് അറിയാം ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ. മദ്യനിരോധന സമിതിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. 849 ബാറുകൾ കൊടുത്തു എന്നാണ് സർക്കാർ സൈറ്റിൽ. എന്നാൽ 1000 കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുപോലും മൂടി വെക്കുകയാണ്. ഇവിടെ മദ്യം ഒരു വിഷമായി കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്നും വാനോളം
ഇവിടെ കച്ചവടം നടക്കാണ്. അതിന്റെ കുടപിടിക്കുന്നവരായി പാർട്ടി നേതാക്കൾ മാറുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, അതിന് മറുപടി ശ്രീ രാജു ഇബ്രാഹിം പറയട്ടെ. അതിന് മുമ്പ് ഞാൻ ഇടവേളയെടുക്കുന്നു. വളരെ പെട്ടെന്ന് മുമ്പും പല പദ്ധതികൾ വന്നപ്പോൾ ആ പദ്ധതികൾക്ക് വേണ്ടി എല്ലാം സർക്കാർ അങ്ങേയറ്റത്തെ മുഷ്ടി ചുരുട്ടി നിന്നിട്ടുണ്ട്. എന്തു വന്നാലും നടപ്പിലാക്കും എന്ന മട്ടിൽ. പക്ഷെ പല പദ്ധതികളിൽ നിന്നും പിന്നീട് സർക്കാർ അവസാനിപ്പിക്കുകയോ യൂട്ടേൺ എടുക്കുകയോ പിൻവലിക്കുകയോ റദ്ദാക്കുകയോ ഒക്കെ ചെയ്യുന്ന പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതതുപോലെ ആയിരിക്കില്ല. ഒയാസിസ് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റിലറി വന്നിരിക്കും എന്ന കണിശ നിലപാട് സർക്കാരിനുണ്ടോ? നിഷാദെ, അതിനു മുമ്പ് ഒരു മിനിറ്റ് ഇവിടെ ഈ കേരളത്തിൻ്റെ വികസനത്തെ പറ്റി കുറേ ആന മണ്ടത്തരങ്ങൾ വന്നു. നാഷണൽ ഹൈവേ 2001-2006 ആ കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ എല്ലാ സ്റ്റേറ്റുകളും ഒപ്പിട്ടു. കേരളം ഒപ്പിട്ടില്ല. കേരളം ഒളിച്ചോടി. കാരണം ഭൂമി ഏറ്റെടുത്താൽ ജനങ്ങൾ വെറുക്കും. ഇലക്ഷനിലേക്ക് പോവാണ്, 2006 ഇലക്ഷൻ. അപ്പോൾ പിന്നെ വന്ന VS ഗവൺമെൻറ്, ഇപ്പോൾ UDF-ലുണ്ടല്ലോ മോൻസ് ജോസഫ്, കുറച്ചുനാൾ മന്ത്രിയായിരുന്നല്ലോ പൊതുമരാമത്ത്. പോയെന്ന് ചോദിച്ചു നോക്കിയിട്ട് ഈ മീഡിയ വണ്ടി നാളെ ഒന്ന് ക്ഷമ പറയണം. ആ VS അച്യുതാനന്ദൻ്റെ സർക്കാരാണ് നാഷണൽ ഹൈവേ ഒപ്പിടിയിൽ നടത്തിയത്. പിന്നെ 5 വർഷം വന്ന UDF ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അവിടാണ് പിണറായി വിജയൻ. നിഷാദ് പറഞ്ഞതാണ് ശരി. നിതിൻ ഗഡ്കരി ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയാണ് പിണറായി വിജയനെ പൊഴുത്തുക. കാരണം ഇന്ത്യ രാജ്യത്ത് 5200 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ മാറ്റിവെച്ച ഏക സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നാഷണൽ ഹൈവേയുടെ പണി സ്റ്റേറ്റ് ഗവൺമെന്റ് പണം മുടക്കണ്ട, ഇവിടെ മുടക്കി. അതുകൊണ്ട് അതിനെല്ലാം രേഖയുണ്ട്. നിങ്ങൾ വിവരാവകാശം വെച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ. ആനമണ്ടത്തരങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് വിവരാവകാശം വെച്ചൊന്ന് ചോദിച്ചു നോക്കൂ. ആ ചോദ്യത്തിന് മറുപടി കിട്ടും. ഈ മീഡിയ വൺ കേൾക്കുന്ന ആർക്കും നാളെ വിവരാവകാശം വെച്ച് ചോദിക്കാം. സർക്കാരാണല്ലോ ആ കൃത്യമായ മറുപടി. പിന്നെ ഇപ്പൊ ഇവിടെ മലയോര ജനതയെ രക്ഷിക്കാൻ ഒരു ജാഥ, മലയോര ജനതയെ രക്ഷിക്കാൻ ഒരു ജാഥ. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊണ്ടുവന്നത് ആരാ? കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് ആരാ? കാട്ടുപോത്തിനും ആനയ്ക്കും കടുവയ്ക്കും ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നേ? നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയോ? ഞാൻ മിണ്ടിയില്ലല്ലോ. ഒരു മാന്യതയെങ്കിലും രാഷ്ട്രീയത്തിൽ കാണിക്കുന്നു. ഇവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും കൊണ്ടുവന്നത് ആര്? 2011 ജയറാം രമേശ് അല്ലേ? ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂർ റിപ്പോർട്ടും വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ അതോടൊപ്പം 1972 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കാട്ടു നിയമങ്ങൾ, കരി നിയമങ്ങൾ, അതല്ലേ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? അപ്പം ഈ മലയോര ജനതയെ മുഴുവൻ കൊടയിറക്കുക, അവരുടെ വസ്തുക്കൾ മുഴുവൻ കാട്ടുമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുക, മനുഷ്യനെ വിട്ടുകൊടുക്കുക. അതിനായി ജയറാം രമേശ് 2011 കൊണ്ടുവന്ന ഈ കരി നിയമങ്ങൾ, ആ കരിനിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പം നാട്ടിലെ ജനത അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന് പറഞ്ഞ് മലയോര ജാഥ നടത്തുക. ഇതെല്ലാം മലയോര ജനങ്ങൾക്ക് നല്ലതായിട്ട് അറിയാം. ആ കസ്തൂരിരംഗൻ്റെയും ഗാഡ്ഗിലിൻ്റെയും ചർച്ച ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ ചർച്ച നിയമസഭയിൽ പ്രത്യേകം അനുവദിക്കപ്പെട്ട ആ നിമിഷത്തിൽ ആദ്യം പങ്കെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലയുറപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് പൊതുമേഖലയിൽ ആരംഭിക്കാൻ VS ഗവൺമെന്റ് തീരുമാനിച്ച വിഴിഞ്ഞം നിങ്ങൾ അദാനിയുടെ കാൽ കീഴിൽ പണയം വെച്ച് 20 വർഷത്തേന് ഒരു നയാ പൈസ ലാഭവിഹിതമില്ല. കൊടും ചതിയല്ലേ കേരളത്തോട് നിങ്ങൾ കാണിച്ചത്? അതേസമയം പൊതുമേഖലയിൽ ആ വിഴിഞ്ഞം തുറമുഖം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ? നമുക്ക് കേന്ദ്ര സഹായം പോലും ഇല്ലാതെ കേരളത്തിന് സുഭിക്ഷമായി നമുക്ക് എല്ലാ വികസനങ്ങളും നടത്താൻ കഴിയുമായിരുന്നു. വികസനങ്ങൾ നടത്തിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കിഫ്ബി ഒന്നാം പിണറായി ഗവൺമെന്റ് എത്ര 62,000 കോടിയുടെ AS കൊടുത്തു. 5 വർഷം ഒരു ഗവൺമെന്റ് കൊടുക്കുന്നത് പരമാവധി 13,000-14,000 കോടി രൂപയാണ്. നമ്മുടെ വിഷയമല്ല, ആ വിഷയത്തിൽ നിങ്ങൾ അപ്പുറം പോകുന്നുണ്ട്. എന്റെ ചോദ്യം CPIക്ക് എതിർപ്പുണ്ട്, RJDക്ക് എതിർപ്പുണ്ടെന്നൊക്കെ പറയുമ്പോ അതാണ് ഈ RJDക്ക് എതിർപ്പുണ്ടെന്നൊക്കെയുള്ള സംഘം നിലനിൽക്കുക. ഞാൻ ചോദിക്കുന്നത് എന്ത് വില കൊടുത്തും ഈ പദ്ധതി നടപ്പിലാക്കും, എന്ത് വില കൊടുത്തും കേരളയിൽ നടപ്പിലാക്കുമെന്ന് പറയുന്ന പോലെ കൊടുത്ത ഡിസ്റ്റിലറി നമുക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ്, സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയെ വികസിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്ന കണിശ നിലപാട് സർക്കാരിന് ഈ കാര്യത്തിലുണ്ടോ? അതോ കുറച്ചുകൂടി സർക്കാർ ഫ്ലെക്സിബിൾ ആണോ ചോദിക്കുക?
അല്ല, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സിൽവർ ലൈൻ കൊണ്ടുവന്നു. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൽ പാടില്ല. ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതാണ് ഈ ഫാക്ടറി. ഇതിവിടെ പാടില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്, കോടാനുകോടികൾ കേരളത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടി ഒഴുക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് ഞങ്ങളൊക്കെ അവിടെ പോയി ചുമതലയുണ്ടായിരുന്ന ആളുകളാണ്. ഭരണകക്ഷിയായ ഇടതുപക്ഷത്തിന് പോലും ചെയ്യാൻ കഴിയാതെ ചെയ്ത പ്രചരണത്തിന്റെ 10 ഇരട്ടി പണം മുടക്കിയാണ് പ്രചരണം, കോൺഗ്രസ് പാർട്ടിയുടെ പ്രചരണം. BJP പിന്നെ കേന്ദ്രത്തിൽ ഇഷ്ടംപോലെ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുണ്ട്. പോട്ട് ആ അഴിമതി കാശാണെന്ന് പറയാം. പക്ഷെ 3 മാസം പെട്ടിയിരുന്ന ഫയല് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചപ്പോഴാണ് അതിവേഗത്തിൽ പോയത്. മുഖ്യമന്ത്രി MP രാജേഷും മാത്രം അറിഞ്ഞ് എല്ലാം തീരുമാനമായത് എന്ന് പറയുന്നതിനകത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ പൈസയുടെ ആരോപണത്തിന്റെ സാധ്യതകൾ. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പണത്തിന്റെ വിഹിതം പുറത്തൊന്ന് കാണിക്കുമായിരുന്നല്ലോ. അത് കണ്ടില്ലല്ലോ. ഞാൻ ചേലക്കര ഫുൾ ടൈം 1 മാസം ഉണ്ടായിരുന്ന ആളാ. ചേലക്കരയിൽ അത് കണ്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഈ പൈസ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്പമെങ്കിലും കാണിക്കാമായിരുന്നല്ലോ. ഒടുവിൽ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ പോയി പൈസ അല്പമെങ്കിലും ശേഖരിച്ച് വരാനാണ് ചില നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത്. അത്ര ഗതികേടിലായിരുന്നു അവിടെ ഇടതുപക്ഷ മുന്നണി. അപ്പോൾ ആ പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, ഇപ്പം കർണാടകയും ആന്ധ്രയും ഒക്കെ കേരളത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതിന്റെ മുമ്പിൽ ഈ സ്പിരിറ്റ് ലോബി ആണെന്നുണ്ടെങ്കിൽ ആ താല്പര്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണം. ഇത് കേരളത്തോട് കാണിക്കുന്ന ദ്രോഹമാണ്. ഇവിടെ ഒരു ഔൺസ് മദ്യം അധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല. മദ്യവിരുദ്ധ സമിതിയുടെ പ്രിയ സ്നേഹിതൻ പറഞ്ഞല്ലോ, ഇവിടെ മദ്യം ഒഴുക്കുന്നില്ല, ഇവിടെ ഒരു ഔൺസ് മദ്യം അധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ ഇന്ന് കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്ന ആ സ്പിരിറ്റിന് പകരം കേരളത്തിന് കുറച്ചു പേർക്ക് ജോലി കിട്ടുക, ഇവിടെ GST വരുമാനം ഉണ്ടാക്കുക, അതേ ഉള്ളൂ. കേരളത്തിന്റെ താല്പര്യം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. നമ്മൾ കേരളത്തിൽ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിലവിൽ ഇപ്പം മദ്യ നിരോധനം പോലെയുള്ള നിങ്ങളുടെ വലിയ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്ന ഒരു നില കേരളത്തിനുണ്ടെന്ന് തോന്നുന്നില്ല, സർക്കാരിനുമില്ല. അപ്പോൾ തന്നെ ഒരു മദ്യനിരോധനത്തിലേക്ക് പോയ നാടുകളെങ്ങും പെട്ടെന്ന് മദ്യവിമുക്തി നേടിയ ഒരു ജനതയെ രൂപീകരിച്ചിട്ടുമില്ല. അപ്പോൾ അതിന് ഒരുപാട് ഒരു സങ്കീർണമായ ഒരു ആവശ്യമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ മദ്യത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കണം, വ്യാപനം കുറയ്ക്കണം. അപ്പം ഈ പ്രശ്നത്തിൽ എന്താണ് ആ ആരോപണത്തിൻ്റെ സാധ്യത? ഇവിടെ ഒഴുക്ക് കൂട്ടുന്നില്ല, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് വേണ്ടത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതിനെ ആവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മദ്യത്തിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും കുറച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പ് തന്നവർ വീണ്ടും സ്പിരിറ്റ് കൊണ്ടുവരുന്നു. അത് ഒക്കാഞ്ഞിട്ട് ഡിസ്റ്റിലറി തുറക്കുന്നു. എന്തിന്? ഇവിടെ മദ്യം ഒഴുക്കാനല്ലേ. ഇവിടെ മദ്യം ഒഴുകുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ്? 29 ബാറുള്ളിടത്ത് 846 ബാർ ഉണ്ടാകുന്നത് എന്തിനാ? ചായക്കച്ചവടം നടത്താനല്ല. ഞങ്ങളിപ്പോൾ മലപ്പുറത്ത് 535 ദിവസമായ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹം. തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിരോധന അധികാരം പിണറായി സർക്കാർ റദ്ദ് ചെയ്തത് പുനഃസ്ഥാപിക്കണം. പിന്നെ മറ്റ് ലഹരികളിൽ കുഞ്ഞുങ്ങൾ വീഴുന്നു. ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ അവരുടെ LP ക്ലാസ് മുതലേയുള്ള പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ശ്രദ്ധിക്കുന്നില്ല, ചേർക്കുമെന്ന് പറയുന്നില്ല? ആലോചിക്ക്. സത്യസന്ധമാണ് LDF എങ്കിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് പ്രധാനം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും പടിപടിയായി കുറയ്ക്കുന്ന നയമായിരിക്കും ഈ ഗവൺമെൻറ്. ആണോ? അങ്ങനെയാണോ? 29 ബാറുള്ളത് 846 ആക്കിയത് പടിപടിയായി കുറച്ചതാണോ കൂട്ടിയതാണോ? നിങ്ങൾ ആത്മാർത്ഥയില്ല എന്ന പ്രശ്നം ആവർത്തിക്കുകയാണ് താങ്കൾ. മദ്യനിരോധനം ഞങ്ങൾ പറയുന്നില്ല സർ. അനിൽ ബോസ്, അഴിമതിയുടെ തെളിവുകൾ എപ്പോഴാണ് പുറത്തുവിടുക? ഞങ്ങൾ മദ്യനിരോധനം ആവശ്യപ്പെടുന്നില്ല. LDFന്റെ പ്രകടന പത്രിക നടപ്പിലാക്കണം. പഞ്ചായത്തുകളുടെ പറയുന്നില്ല. പിന്നെ മദ്യം കൊണ്ടുവരുന്നുണ്ട്, അതല്ലേ? അവിടെ ജലചൂഷണം നിരോധിച്ച പ്രദേശം, ഭൂഗർഭ ജലചൂഷണം നിരോധിച്ച സ്ഥലം ഞാൻ കേട്ടു. ഓക്കെ അനിൽ ബോസ്. നിഷാദ്, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ 29 ബാറിൽ കുടിച്ച ആളുകൾക്ക് ക്യൂ നിൽക്കാനുള്ള തിരക്ക് ഒഴിവാക്കാനാണോ 1000 ബാറുകളിലേക്ക് ഈ സർക്കാർ സൗകര്യം ഉണ്ടായിരുന്നത്?
29 5-സ്റ്റാർ ഹോട്ടൽ ബാറുകളെ five star. ഉണ്ടായിരുന്നുള്ളൂ. 2016 ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞത് പോകുമ്പോൾ പറയുന്നത് പിണറായി ശരി, അധികാരത്തിൽ ശരി. വരുമ്പോൾ ശരി, ശരി. കേരളത്തിൽ ഓക്കേ, അത് clear. 800 ബാറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർ വെച്ച് പിണറായി വിജയൻ സംസാരിക്കാനല്ല മുഖ്യമന്ത്രിയായി പറഞ്ഞത്. അതെ, അല്ല, വരുമ്പോൾ സ്റ്റാറിന്റെ 800 കണക്കാണ് ബാറുകൾ ശ്രീ രാജു ഉണ്ടായിരുന്നു. ഇബ്രാഹിം. ആ five star. ബാറിൽ നിന്ന് മുഴുവൻ പിരിച്ച ഇത് കണക്ക് നമ്മൾ അറിഞ്ഞതല്ലേ നേരത്തെ. ശരി, ശരി. ബാറിന്റെ കണക്കിലല്ലല്ലോ നമ്മുടെ തർക്കം. അൽബോസ് വേഗം ബാറിന്റെ പൂർത്തിയാക്കൂ. കണക്കിലല്ലല്ലോ നമ്മുടെ തർക്കം. നമ്മൾ ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇവർ യഥേഷ്ടം കുടിക്കുന്ന ആളുകൾക്ക് തിരക്കൊഴിവാക്കാനാണോ ഈ മദ്യശാലകളുടെ എണ്ണം കൂട്ടുന്നത്, ഡിസ്റ്റിലറി കൊണ്ടുവരുന്നത്? അതാണ് ചോദ്യം. അപ്പൊ അതിന്റെ പിന്നിൽ നടക്കുന്ന നാടകം സാമ്പത്തിക ലാഭമാണ്. എനിക്ക് അതിശയം രാജു അബ്രഹാം പറഞ്ഞ ഒരു കാര്യത്തിലാണ് എനിക്ക് അതിശയം തോന്നി. 10.5 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് BJP, 8 വർഷമായി കേരളം ഭരിക്കുന്നത് CPM. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് പണം ഒഴുകുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെയിലല്ലേ ആഭ്യന്തര വകുപ്പ്, നിങ്ങളുടെയിലല്ലേ എല്ലാ സംവിധാനവും, കേന്ദ്ര സംസ്ഥാന ഏജൻസികളെല്ലാം നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും കൂടെയല്ലേ? നിങ്ങൾ ഒന്നിച്ചല്ലേ? BJPയും CPMഉം ഒന്നിച്ചല്ലേ രാഷ്ട്രീയ പ്രവർത്തനം? അപ്പൊ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് അനധികൃത പണം ഈ പാവപ്പെട്ട അധികാരമില്ലാത്ത പാർട്ടിക്ക് ആരെങ്കിലും കൊണ്ട് തരുന്നുണ്ടെങ്കിൽ അത് തടയാൻ പറ്റുന്നില്ല? തടയാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെച്ച് വേറെ പണിക്ക് പോകണമെന്ന്. ശരി, രാജിവെച്ച് വേറെ പണിക്ക് പോകണം. നിങ്ങളെ ശരി. അപ്പോൾ കോൺഗ്രസ് കർണാടക ലോബിയെ സഹായിക്കണമെന്നൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനത്ത് വാങ്ങിച്ചോളൂ എന്ന് പൊസിഷൻ നിൽക്കുകയാണ്. പിന്നെ അഴിമതി വല്ലതും ഉണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ. സർക്കാരിന് ഈ കാര്യത്തിൽ വിശദീകരിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഏറ്റവും കുറഞ്ഞത് CPIയോടും RJDയോടും വിശദീകരിക്കാൻ സർക്കാരിന് ഈ പദ്യമായി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനൊന്ന് അവസാനിപ്പിക്കും. താങ്ക് യു ശ്രീ രാജു അബ്രഹാം, അനിൽ ബോസ്, ഒപ്പം ശ്രീ കുഞ്ഞികൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത്